ഹലോ ഗൈസ്, എല്ലാവർക്കും ഡ്രീം ഗേൾ വ്ളോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ താരം കൂണാണ് കേട്ടോ. കൂൺ അല്ലെങ്കിൽ മഷ്റൂം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ താരം മാർക്കറ്റിൽ ഇപ്പോൾ സുലഭമായി വാങ്ങാൻ കിട്ടും. എന്നാൽ നല്ല നാടൻ കൂൺ അതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ താരം. പലതരം കൂണുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കർക്കിടകത്തിലും തുലാമാസത്തിലെ ഇടിയോടുകൂടിയുള്ള മഴയ്ക്ക് ശേഷം നമ്മുടെ പറമ്പിലൊക്കെ പൊട്ടിമുളച്ച് വരുന്ന കാണാറില്ലേ, അതാണ് കേട്ടോ നാടൻ കൂൺ. പിന്നൊരു കാര്യം, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻസായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാവിൽ കൊതിയൂറും നല്ല നാടൻ കൂൺ മസാല ഉണ്ടാക്കിയാലോ? പോകാം വീഡിയോയിലേക്ക്. എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത് നല്ല നാടൻ കൂണാണ്. അതുകൊണ്ട് നല്ല മൊട്ട് കൂണാണ് കേട്ടോ. അതായത് അധികം മൂക്കാത്ത ഇളമ്പ് കൂണാണ് കിട്ടിയിരിക്കുന്നത്. അതിന് നമുക്ക് കുറച്ച് വൃത്തിയാക്കി എടുക്കാനുള്ള പണിയുണ്ട്. അതിൻ്റെ മുകളിലൊരു പാടയുണ്ട്. ആ പാട നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിൻ്റെ മുകളിലത്തെ പാട ഈ മൂക്കാത്ത കൂണാകുമ്പോൾ ചിലരൊന്നും ഇത് കഴുകി വൃത്തിയാക്കി എടുക്കും, മുകളിലത്തെ പാട കളയാൻ നിൽക്കില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഇത് മുകളിലത്തെ പാടയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് എടുക്കാനാണ് പതിവ്. അതുകൊണ്ട് ഞാനിത് വൃത്തിയാക്കി കിട്ടുമോ എന്ന് നോക്കാം. മുകളിലത്തത് കറക്റ്റ് ക്ലീനായി കിട്ടുമോ എന്ന് നോക്കാം. കൈകൊണ്ട് തന്നെയാണ് ഞാനിത് വൃത്തിയാക്കുന്നത്. കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ പതിയെ ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ നമ്മുടെ മുകളിലെ പാട ഫുള്ള് വരും. പക്ഷേ ഇത് കിട്ടില്ല. ആകെ വിഷമിച്ച് ഇരിക്കുന്ന സമയത്ത് ഹസ് വന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കത്തിവെച്ച് തന്നെ രണ്ടുപേരും കൂടെ വൃത്തിയാക്കാൻ നോക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ ശ്രമിച്ചപ്പോൾ എളുപ്പവും വൃത്തിയായി കഴിഞ്ഞു. കൂണൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ കൈ തന്നെയാണ്. പക്ഷെ കത്തി ഉപയോഗിക്കില്ല. കാരണം കത്തി ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ നൈസാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒടിച്ചെടുക്കാം. കത്തി ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് നല്ല രീതിക്ക് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഞാൻ ഇതേപോലെ കത്തി ഉപയോഗിക്കാതെ കൈ കൊണ്ട് തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഇളക്കി നമുക്ക് ഊറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റാക്കി അടിച്ച് വെച്ചിരിക്കുകയാണ്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില, ഒരു വലിയ തണ്ട് ഇഞ്ചിയും, ഒരു 3-4 വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/4 കിലോ ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊടികൾ എന്തൊക്കെ വേണം നോക്കാം. അതിലേക്ക് ഞാൻ 2 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന എരിവുള്ള മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയാണ്. ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാല തന്നെ ചേർക്കുക 1/4 സ്പൂണ്. അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ച പച്ചമുളകിനെ നടുവ് കീറി ഈ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി തട്ടി കൊടുക്കാം. ഇപ്പോൾ തന്നെ അതിൻ്റെ കൂടെ 1 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റുക. ചെറിയ രീതിയിലൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർക്കുക. നന്നായി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ പോയി നന്നായി വഴറ്റുക. പച്ചമണമൊക്കെ പോകുന്ന വരെ നന്നായി വഴറ്റുക. കുറച്ച് നന്നായിട്ട് വഴറ്റുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് വരിക. കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്നും കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾക്ക് എപ്പോഴും നമ്മൾ കറി വയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വറുക്കുമ്പോൾ നന്നായിട്ട് വഴറ്റണം. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് വരും. ഏകദേശമൊക്കെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പേസ്റ്റ് പോലെ വെച്ച ടൊമാറ്റോ അത് അതിനകത്ത് ഒഴിച്ചൊന്ന് നന്നായിട്ട് ആ ടൊമാറ്റോയുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മളെടുത്ത് വെച്ച പൊടികൾ ഫുള്ളായിട്ട് തട്ടി കൊടുക്കുക. പൊടികളുടെ പച്ചമണം പോകുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. സിമ്മിൽ തന്നെ വെക്കണം. പൊടി കരിയാനിട വരണ്ട.
എന്നിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന കൂണിനെ ഇതിലേക്ക് കൊട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാല അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായി ഇളക്കാം. മസാലയൊക്കെ നന്നായി ഇതിൽ പിടിച്ച് ഒന്ന് സെറ്റാവണം. എപ്പോഴും നമ്മൾ കറി വയ്ക്കാൻ ഇറച്ചിയായാലും എന്ത് കറിയായാലും എപ്പോഴും പച്ചക്കറി ഏത് ഇട്ടാലും നമ്മൾ മസാലയിൽ ഇടുമ്പോൾ കുറച്ച് നേരം ആ മസാലയിൽ ഇങ്ങനെ വെച്ച് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ആ മൂടിയിൽ ആവിയിലിരുന്ന് ആ മസാലയിൽ അരപ്പ് പിടിക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ആ മസാലയൊക്കെ നന്നായി അതിൽ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ചൂടുവെള്ളമാണ് കേട്ടോ. തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അങ്ങനെ ഒഴിക്കുമ്പോഴാണ് കറി നന്നാവുക. ഇത് ഏകദേശമൊക്കെ ഒന്ന് മസാല പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ആ ചൂടോടത്തോടത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. നേരത്തെ ഉള്ളിയിൽ ഉപ്പിട്ടത് കാരണം അത് നോക്കി വേണം ഇടാൻ. എന്നിട്ട് മൂടി വെച്ച് ധാന്യപ്പം തുറന്നിട്ടുണ്ട്. തുറന്നപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ലാസ്റ്റായി ഒന്ന് ഏകദേശം ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടെ ഇളക്കി ഒന്നും കൂടെ കുറുകി വറ്റിച്ചെടുക്കണം. കാരണം ഇത് വറ്റി വരുമ്പോഴാണ് ടേസ്റ്റ്. ചാറധികം വേണ്ട, ഇങ്ങനെ കുറുകുന്ന പരുവത്തിലായിരിക്കണം, മസാല പരുവത്തിൽ. അപ്പോഴാണ് ടേസ്റ്റ് വരിക. ഒരുപാട് ചാറാക്കി അതിൻ്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റ് ആവും. അതാണ് എപ്പോഴും ഊണ് വയ്ക്കുമ്പോൾ ഇതേപോലെ വയ്ക്കാൻ ശ്രമിക്കുക. നന്നായി ഇളക്കിയത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. കണ്ടോ, നല്ല മണം വരുന്നുണ്ട്. സൂപ്പർ മണമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂൺ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ നാടൻ കൂണ് നമുക്ക് അത് ഇതേപോലെ ഈ സമയങ്ങളിൽ മാത്രമല്ല ഇങ്ങനത്തെ ഫ്രഷ് കൂണ് കിട്ടുള്ളൂ. അതിങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഇതേപോലെ വെച്ച് കഴിച്ചാൽ കുട്ടികളൊക്കെ നന്നായി ചോറും കേട്ടോ. കാരണം ചിക്കൻ കറിയൊക്കെ വെക്കുന്ന അതേപോലെ ഒരു മണവും ടേസ്റ്റുമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്കത് ചോറ് കഴിച്ച് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ചോറിടുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മസാലക്കറിയും ഒഴിച്ച് കുറച്ച് പപ്പടവും എടുത്ത് ഒരു കൂണും ചോറുമായിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ ഇരട്ടി കുറച്ച് പപ്പടം കൂടെ എടുത്ത് അതിലോട്ട് വെച്ചു. സൂപ്പർ ഇട്ടാ പറയാൻ വാക്കില്ല. നന്നായിട്ടുള്ള എരിവും ഇതൊക്കെ അധികം എരിവുമില്ല. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.